بالدهن وصبغ للآكلين. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സൂറത്തുൽ മുഅ്മിനൂനിലെ 20-ാമത്തെ ആയത്തിൻ്റെ അർത്ഥവും വിശദീകരണവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് പൂർത്തിയാക്കിയത്. അതായത് തൂരിസിന പർവ്വതത്തിൽ മുളച്ചു വരുന്ന ഒരു മരം, ആ മരം അതിൻ്റെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു, ഭക്ഷിക്കുന്ന ആളുകൾക്ക് അത് കറിയുമാണ്. അപ്പോൾ ഏതാണ് ആ മരം? ഷജറത്ത് മുബാറക്ക സൈത്തൂൻ, സൈത്തൂനത്തില്ല ഷർഖിയത്തിൻ വല ഗർബിയ. അപ്പോൾ സൈത്തൂൻ എന്ന വൃക്ഷമാണ്, അള്ളാഹു ബർക്കത്ത് നൽകിയ മരമാണ്. അപ്പം ഖുർആനിൽ അള്ളാഹു തആല പ്രധാനമായും 6 തവണ സൈത്തൂൻ എന്ന വാക്ക് ആ മരത്തെക്കുറിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം ആ മരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഒലീവിൻ്റെ എണ്ണയും ഒലീവിൻ്റെ കായും ഒലീവ് നൽകുന്ന ബർക്കത്ത് എന്താണ് എന്നും അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ പോഷക ഗുണങ്ങളും ഒക്കെ നമ്മൾ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ തന്നെ നമ്മൾ വിശദീകരിച്ചു. ഇനി നമുക്ക് തൊട്ടടുത്ത ആയത്തിലേക്കാണ് ഇന്ന് പ്രവേശിക്കാനുള്ളത്, 21-ാമത്തെ ആയത്ത്. അപ്പോൾ 21-ാമത്തെ ആയത്ത്, നമ്മളൊരായത്ത് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം അതിലെ പാരായണ നിയമങ്ങൾ പറയണം, പാരായണ നിയമങ്ങൾ മനസ്സിലാക്കണം. പിന്നെ മഖ്റജ് തെറ്റാതെ അത് ഓതാൻ പഠിക്കണം. പിന്നെ ആയത്ത് മനഃപ്പാഠം പഠിക്കണം. അതിനുശേഷം പദങ്ങൾ, അർത്ഥങ്ങൾ പഠിക്കണം. അതിനുശേഷം അതിൻ്റെ വിശദീകരണങ്ങൾ പഠിക്കണം. അങ്ങനെയാണ്. അപ്പോൾ ആദ്യം ആയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആയത്ത് ശ്രദ്ധിക്കെല്ലാവരും. ഇവിടെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധുള്ള നൂന് വന്നിട്ടുണ്ട്. അപ്പം ശ്രദ്ധുള്ള നൂനിന് ഉന്നത്ത് കൊടുത്തുകൊണ്ട് മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً وَإِنَّ لَكُمْ എന്നോതണം. ശ്രദ്ധുള്ള നൂനാണ്, ആ നൂനിനെ ഉന്നത്ത് കൊടുക്കണം. പിന്നെ അൻആം എന്നുള്ള ഒരു സാക്കിനായ നൂനുണ്ട്. സാക്കിനായ നൂനിന് ശേഷം ഐനായതുകൊണ്ട് വ്യക്തമാക്കുന്ന ഇദ്ഹാറാണ്. وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُمْ. ഇബറത്തൻ എന്ന തൻവീനിനെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം, എന്നിട്ട് ഉന്നത്ത് കൊടുക്കണം, മണിക്കണം. നിർത്താം, ലഇബ്റ എന്ന് നിർത്തുകയും ചെയ്യാം. നിർത്തുന്നില്ല എങ്കിൽ ലഇബ്റതൻ നുസ്ഖീകും. പിന്നെ നുസ്ഖീകും എന്നുള്ളിടത്ത് ആ മീമ്, ഒരു സാക്കിനായ മീമുണ്ട്, പിന്നെ സദ്ദുള്ള മീമുണ്ട്. ആ 2 മീമിനും കൂടി ഒന്നാക്കണം, എന്നിട്ട് ഉന്നത്ത് കൊടുക്കണം. പിന്നെ സദ്ദുള്ള മീമുണ്ട്, അതിനും ഉന്നത്ത് കൊടുക്കണം. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ, നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ വലകും ഫീഹാ മനാഫിഉ കസീറത്തുൻ വമിൻഹാ. കസീറത്തുൻ എന്ന തൻവീനിന് ശേഷം വാവ് വന്നതുകൊണ്ട് വാവിലേക്ക് തൻവീനിനെ ഇദ്ഗാം ചെയ്യണം, ലയിപ്പിച്ചിട്ട് ഉന്നത്ത് കൊടുക്കണം. മിൻഹ എന്നുള്ളവർക്ക് സാക്കിനായ നൂന് ശേഷം ഹ ആണ്, ഇദ്ഹാറാണ്, വ്യക്തമാക്കണം. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഇഖ്ഫാവും അതുപോലെ തന്നെ ഇദ്ഗാമൊന്നും പാടില്ല. മനാഫിഉ കസീറത്തുൻ വമിൻഹാ തഅകുലൂൻ. അപ്പോൾ ആയത്ത് ആവർത്തിച്ച് ഓതുക. ഓതുന്നതിൻ്റെ കൂടെ അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക, കാണാൻ പഠിക്കാനും ശ്രമിക്കുക. എല്ലാവരും കൂടെ ആവർത്തിച്ച് ഓതുക.
നമ്മൾ ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് നമ്മൾ ഓതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഓതുന്നത് നമ്മുടെ ഖിറാഅത്ത് നന്നാക്കാനാണ്. അത് അള്ളാഹുവിൻ്റെ കലാമ് എത്രമാത്രം നമുക്ക് നന്നാക്കി ഓതാൻ പറ്റുമോ അത്രയും നന്നാക്കി ഓതാനാണ്. അതായത് അതിൻ്റെ ശ്രുതിയും താളവും ഈണവും രാഗമൊന്നുമല്ല, മറിച്ച് അതിൻ്റെ നിയമങ്ങളറിഞ്ഞ് മഹ്റജിൽ നിന്ന് യഥാർത്ഥമായ രൂപത്തിൽ വരുന്നത് ശ്രദ്ധിച്ച് നമ്മളതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഈ ആയത്ത് എപ്പോഴും നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കേണ്ട ഒരായത്താണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ കടക്കുമ്പം അത്ഭുതകരമായ ചില കാര്യങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ആയത്തിൻ്റെ അർത്ഥമൊക്കെ വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ അർത്ഥങ്ങളാണ്. അപ്പോൾ ഇതിൽ അള്ളാഹ് പറയുന്നത്, ഇപ്പം നമ്മൾ നേരെ പറഞ്ഞ ആയത്തുകളിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അള്ളാഹുവിൻ്റെ അപാരമായ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് പറയണം. നമുക്ക് ചില ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നതാണ്, അല്ലേ? അപ്പം ഇവിടെ അള്ളാഹു തആല നേരത്തെ പറഞ്ഞ തുരിസിന പർവ്വതത്തിൽ മുളച്ചു വരുന്ന സൈത്തൂൻ എന്ന മരത്തെക്കുറിച്ച് പറഞ്ഞു, മുന്തിരിയെക്കുറിച്ച് പറഞ്ഞു, തോട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതൊക്കെ ഭൂമിയിൽ വരുന്ന ഉണ്ടാകാൻ കാരണമായ മഴയെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം തന്നെ ഒരു വിശ്വാസിയായ ഒരു വ്യക്തിയെ, അവൻ്റെ ഈമാനിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതൊന്നും നമുക്ക് ഹൃദയത്തിൽ തട്ടുന്നില്ല, നമ്മളെ ഈമാനിനെ സ്വാധീനിക്കുന്നില്ല എങ്കിൽ നമ്മൾ എപ്പോഴും അള്ളാഹുവിൻ്റെ ഒരു വലിയ ക്രോധത്തെയും അവൻ്റെ ഒരു സുഹത്തിനെയും നമ്മൾ എപ്പോഴും ഭയപ്പെടണം. ഇത് വളരെ പ്രധാന കാരണം. ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ അത്രയും വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ശരി, അവിടെ നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയാം. അതിന് മുമ്പ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഖിറാഅത്ത് നന്നാക്കാനാണ്, ഓത്ത് നന്നാക്കാനാണ്, നിയമം മനസ്സിലാക്കാനാണ്. അപ്പം നിയമം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി നമ്മൾ കൃത്യമായി ആ ആയത്തിനെ നമുക്ക് ഒരു തവണയെങ്കിലും പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിശദീകരണം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും
ഒരു തവണയെങ്കിലും നമുക്കതൊന്ന് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ എത്രമാത്രം അത് നമ്മളെ സ്വാധീനിക്കും എന്നതാണ്, നമ്മളെ ഈമാനിനെ സ്വാധീനിക്കും എന്നതാണ്. ഇത് സൂറത്തിൽ മുഅ്മിനൂനിലെ ആയത്താണല്ലോ. ശരി, അപ്പോൾ ഇത് ആവർത്തിച്ച് ഓതുക, ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ട് ഒന്നും കൂടി ഓതുക. ഇനി ഇതിൻ്റെ നമുക്ക് വ്യത്യസ്തങ്ങളായ കുറച്ച് ഖിറാഅത്തുകൾ കേൾക്കാം. വ്യത്യസ്തങ്ങളായ ഖിറാഅത്തുകൾ കേൾക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പിന്നെ നമുക്കറിയാം പ്രധാനമായും തർത്തീലും തദ്വീറും തഹ്ഖീഖും ഹദറും പ്രധാനമായും 4 ഖിറാഅത്തുകളാണ് ലോകത്തുള്ളത്. 4 ഖിറാഅത്തുകളാണ്. അപ്പോൾ ഈ 4 ഖിറാഅത്തുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. തർത്തീലുണ്ട്, തർത്തീലാണ് വളരെ സാവകാശം ഓതുന്ന, ഓരോ അക്ഷരങ്ങളെ മഖ്റജിൽ നിന്ന് എടുത്ത് ഓതുന്ന ഓത്ത്. ആ തർത്തീലിൻ്റെയും അതുപോലെ തന്നെ പിന്നെ ഹദർ അല്പം സ്പീഡിൽ ഓതുന്നതാണ്. അതിന് ഇടയിലുള്ള ഓത്താണ് തദ്വീർ. പിന്നീട് പിന്നെ അതിൻ്റെ ആശയവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഓതാൻ പറ്റിയ പിന്നെ ഒരു ഓത്താണ് തഹ്ഖീഖ് എന്ന് പറയും. ഈ 4 ഖിറാഅത്തുകളാണ്. അപ്പോൾ ആ ഖിറാഅത്തുകളൊന്ന് ഞാൻ കേൾപ്പിക്കാം. അപ്പോൾ അർത്ഥം പറയുന്നതിന് മുമ്പ് ആ ഖിറാഅത്തുകൾ നമ്മളൊന്ന് കാണാതെ തന്നെ പരമാവധി കൂടെ ഓതാൻ ശ്രദ്ധിക്കുക. വ്യത്യസ്തങ്ങളായ ഖിറാഅത്തുകളാണ്. ആ ഖിറാഅത്തുകൾ നമ്മൾ കൂടെ ഓതുക. ഈ 2 ഖിറാഅത്തും ഹദറാണ്. 2 ഖിറാഅത്തും ഹദറാണ്. ഇത് ഇമാമുമാർ നമസ്കാരത്തിലൊക്കെ ഓതേണ്ട ഓത്താണ് ഹദർ. അപ്പോൾ ഇബറത്തിൻ്റെ അവിടെ വഖഫ് ചെയ്തിട്ടുള്ള ഓത്തും ഇബറത്തിൻ്റെ അവിടെ വഖഫ് ചെയ്യാതെ കൂട്ടിയുള്ള ഓത്തും രണ്ടും നമ്മൾ കേൾക്കണം. അതെ,
ഇനി അവസാനം തർത്തീൽ നമുക്കതിൻ്റെ ഓരോ അക്ഷരങ്ങളുടെയും മഖ്റജ് മനസ്സിലാക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഖിറാഅത്ത്. ഇനി ഈ ആയത്തിൻ്റെ അർത്ഥം മുഴുവനായിട്ട് പറയാൻ നമുക്ക് സമയമല്ലാതെ തുടങ്ങി വെക്കൽ മാത്രം ശ്രദ്ധിക്കാം. വ ഇന്നലുക്കും, എന്താണ് ആ വാവ്? നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്, അതിൽ ചേർത്ത് പറയേണ്ട കാര്യമാണ്, അതാണ് വാവ്. ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും, തീർച്ചയായും. വ ഇന്ന, തീർച്ചയായും ഇതിലുമുണ്ട്. ഇതാണ് നമ്മ വാവ് മേലേക്ക് ഉള്ള കാര്യങ്ങളിലേക്ക് പറഞ്ഞതാണ്. ലക്കും, നിങ്ങൾക്ക്. ലക്കും എന്ന് പറഞ്ഞാൽ ലക്ക എന്ന് പറഞ്ഞാൽ നിനക്ക്, ലക്ക എന്ന് പറഞ്ഞാൽ നിനക്ക്, ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്. വ ഇന്ന ലക്കും, തീർച്ചയായും നിങ്ങൾക്കുണ്ട്. ഫിൽ അൻആമി, കന്നുകാലികളിൽ. നഅമിൻ്റെ ജംആണ് അൻആം. ഖുർആനിൽ നഅം വേറെ വന്നിട്ടുണ്ട്, അൻആം. കന്നുകാലികളിൽ നിങ്ങൾക്കുണ്ട്. വ ഇന്ന ലക്കും, തീർച്ചയായും നിങ്ങൾക്കുണ്ട്. ഫിൽ അൻആമി, കന്നുകാലികളിൽ. പിന്നെ വ ഇന്ന ലക്കും ഫിൽ അൻആമി ഇല്ലാന്നില്ലേ? ലഇബ്റ, ലഇബ്റ, ഇബ്റത്ത് ഗുണപാഠം, ഇബ്റത്ത് ഗുണപാഠം. ലഇബ്റ, ഗുണപാഠം തന്നെ. ശക്തമാക്കി ഇതാണ് ലഇബ്റ, തീർച്ചയായും നിങ്ങൾക്ക് കന്നുകാലികളിൽ വലിയ ഗുണപാഠങ്ങളുണ്ട്. എന്താണ്? വ ഇന്നലക്കും ഫിൽ അൻആമി ലഇബ്റ, അത്രേ പറഞ്ഞുള്ളൂ, ഇന്നത്രേ പറഞ്ഞുള്ളൂ. തീർച്ചയായും നിങ്ങൾക്ക് കന്നുകാലികളിൽ ഇബ്റത്തുണ്ട്, ഗുണപാഠമുണ്ട്. ഖുർആനിൽ ഇബ്റത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു 5-6 കാര്യങ്ങളുണ്ട് ഖുർആനിൽ ഇബ്റത്ത് പറഞ്ഞത്. അത് വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ഇവിടെ ഈ ആയത്തിൽ കന്നുകാലികളിൽ ഗുണപാഠമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സൃഷ്ടിപരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. പക്ഷേ ആ ഒരു സൃഷ്ടിപരമായ ഒരു കാര്യത്തിലെ ഗുണപാഠം മാത്രമല്ല, മറിച്ച് കന്നുകാലികളിൽ നമുക്കുള്ള ഗുണപാഠം എന്ത് എന്ന് അള്ളാഹു മറ്റ് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കാണണം. കന്നുകാലികളിൽ നമുക്കുള്ള ഒന്നാമത്തെ ഗുണപാഠം എന്താ? ഒന്ന് ഭക്ഷണത്തിനുള്ളത്, പിന്നെ യുദ്ധത്തിന് പോകാൻ കാലികളെ ഉപയോഗിക്കുന്നു. പിന്നെ കന്നുകാലികളിലുള്ള ഗുണപാഠങ്ങൾ എന്തൊക്കെ? നമുക്കറിയണ ഗുണപാഠങ്ങൾ. യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ ജീവിതമാർഗമാണ്. പിന്നെ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ ഭക്ഷണമാണ്. പിന്നെ
അങ്ങനെ വലുതായി വലുതായി വരുന്ന ഒരു 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 സമൂഹമാണ്. പിന്നെ ഇനി അതിനേക്കാളുമൊക്കെ ഒരു വലിയ ഇബറത്താണ് ഒന്നാമത്തെ ഇബറത്ത്, കന്നുകാലികളിലുള്ള ഇബറത്ത്. ആ ഇബറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളെ അറിയിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇബറത്താണ്. പക്ഷേ ഒരു കന്നുകാലിയെ കാണുമ്പോൾ ഒരു മനുഷ്യനായ നമ്മൾ ചിന്തിക്കേണ്ട ആദ്യത്തെ ഗുണപാഠം എന്താണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തന്നെ പറയുന്നു. നിങ്ങൾ മറിക്കേണ്ടത് സൂറത്ത് അറാഫാണ്, 7-ാം അധ്യായം. 7-ാം അധ്യായം സൂറത്ത് അറാഫ്. കണ്ടോ? അന്നെ നമ്മൾ മറിച്ചില്ല. അതിലെ 179 179 179 കണ്ട ആയത്ത് വായിച്ചോളി. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون. അർത്ഥം മനസ്സിലായില്ലേ? അർത്ഥം മനസ്സിലായ? കന്നുകാലികളിൽ നമുക്കുള്ള ഗുണപാഠം നമ്മൾ കന്നുകാലികളെ പോലെ ആവരുത് എന്നുള്ളതാണ്. എന്താണ് ഒന്നാമത്തെ ഗുണപാഠം? എന്താ? നമ്മൾ കന്നുകാലികളെ പോലെ ആവരുത് എന്ന ഗുണപാഠമാണ് ഒന്നാമത്തെ ഗുണപാഠം. നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ, യാത്ര ചെയ്യാം, ഭക്ഷണം എല്ലാം അതിലുണ്ട്. പക്ഷെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ അതാണ് വലക്കത് ദറഇന. ആയത്ത് ശ്രദ്ധിക്കുക. വലക്കത് ദറഇന, തീർച്ചയായും നാം സൃഷ്ടിച്ചിട്ടുണ്ട്. ലി ജഹന്നമ, ജഹന്നമിലേക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. കന്നുകാലികളല്ല. ഒരു കന്നുകാലും ജഹന്നമിലുണ്ടാവില്ല. വലക്കത് ദറ, മനുഷ്യനെ സൃഷ്ടിച്ചതും പഠിച്ചവനാണ്. കന്നുകാലികളെ സൃഷ്ടിച്ചത് ആരാ? പഠിച്ചവന. വലക്കത് ദറഇനാലി ജഹന്ന, ജഹന്നമിന് വേണ്ടി നാം സൃഷ്ടിച്ചിട്ടുണ്ട്. കസീറം മിനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യരിലും ജിന്നിലും പെട്ട കൂടുതൽ ആളുകളെ. ആരാണവർ? ലഹും, അവർക്കുണ്ട് കുലൂബൻ, കൽബുണ്ട്, ഹൃദയമുണ്ട്. ലാ യഫ്ഖഹൂന ബിഹാ, ആ ഹൃദയം കൊണ്ട് അവര് ചിന്തിക്കൂല. ഖലഖ, ദറഅ, ഫതറ, ഒരുപാട് പദങ്ങളുണ്ട്. ഇവിടെ ദറഅ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ മനുഷ്യവർഗത്തെ അല്ലാഹു തആല ഇങ്ങനെ ഈ മറ്റ് ജീവജാലങ്ങളൊക്കെ പെരുകുന്ന പോലെ മനുഷ്യവർഗം എന്ത് ചെയ്യും? ഈ ഭൂമിയിൽ പെരുകും. അതിൻ്റെ ആദ്യത്തെ മനുഷ്യനെ അല്ലാഹു തആല പടച്ചു. പിന്നീട് ബസ്സ മിൻഹുമ റിജാലൻ കസീറൻ വനിസാ, അതേ വാക്കാണ് എന്ത് ദറഅ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അത് മനുഷ്യൻ തന്നെയാണ് അള്ളാഹു പടച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ പടച്ചോ നരകത്തിലേക്ക് കുറെ ആൾക്കാരെ പടച്ചു എന്നല്ല. നരകത്തിലാൻ കുറെ ആൾക്കാർ, അപ്പൊ ഈ പടച്ചോ നരകത്തിലാൻ പടച്ച കൂട്ടത്തിൽ ഞാൻ പെട്ടുകൊണ്ട് ഞാൻ നരകത്തിലായി എന്നല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ ശുദ്ധ പ്രകൃതിയിലാണ്. പക്ഷെ എന്തായെന്ന് ചോദിച്ചാൽ അവന്റെ ചെയ്തികളാണ് അവനെടുക്കത്തി ജഹന്നമിലേക്ക് എത്തിയത്. അപ്പൊ അങ്ങനെ എത്തിപ്പെടാൻ, നരകത്തിലേക്ക് അവരവരുടെ ചെയ്തികൾ കൊണ്ട് എത്തിപ്പെടാൻ തന്നെ കുറേ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചവരെ കൂട്ടത്തിൽ ഉണ്ട് എന്നർത്ഥം. ബാക്കി
ലഹും ഖുലൂബൻ ലാ യഫ്ഖഹൂന ബിഹാ. ഈ ഹൃദയം കൊണ്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ ആലോചിക്കണം എന്താണെന്ന്. ബുദ്ധി കൊണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒരു അമേരിക്കയിലെ ഒരു ഡോക്ടറുടെ ഒരു ക്ലിപ്പ് കണ്ടു. അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ പുറംഭാഗത്ത് ഉള്ള ഒരുപാട് ചെറിയ 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 നാഡികളും നരമ്പുകളും ഉണ്ട്. അതിൻ്റെ പ്രവർത്തനം ഒരു ബ്രെയിനിൻ്റെ പ്രവർത്തനം എന്നാണ് പറഞ്ഞത്. ആദ്യം ഇവിടെ ഒരു കാര്യം രൂപപ്പെട്ടതിന് ശേഷമാണ് ആ മെസ്സേജ് തലച്ചോറിലേക്ക് എത്തുന്നതെന്നാണ്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞ മനസ്സിലായില്ല? തലച്ചോറിലേക്ക് എത്തുന്നതാണ്. അപ്പം അള്ളാഹ് പറയാണ് ഹൃദയമുണ്ട്, പക്ഷെ എന്താക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ബാക്കി വലഹും അഅ്യുനുൻ, കണ്ണുകളുണ്ട്, പക്ഷേ ലാ യുബ്സിറൂന ബിഹ, അതുകൊണ്ട് അവർ കാണുന്നില്ല. വലഹും ആദാനുൻ, കാതുകളുണ്ട്, ലാ യസ്മഊന ബിഹ, അവർ കേൾക്കുന്നില്ല. ഉലൈക, അക്കൂട്ടർ, കൽ അൻആം, ആരെപ്പോലെ? കന്നുകാലികളെപ്പോലെ. ബൽ, അല്ല, ഹും അളല്, അതിനേക്കാൾ മോശമാണ്. ഉലൈക, അക്കൂട്ടർ, ആരാന്നറിയോ? മൃഗങ്ങളെക്കാൾ അപ്പുറത്തുള്ള ആൾക്കാർ. ഉമുൽ ഗാഫിലുൻ, അശ്രദ്ധരാണ്. ഈ ഗഫ്ലത്ത് ഏതൊക്കെ വിഷയത്തിനറിയോ? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ല, മനുഷ്യന്റെ വിചാരണ അടുത്തിട്ടുണ്ട്, പക്ഷെ വഹും ഫീ ഗഫ്ല, അശ്രദ്ധയിലാണ്. അപ്പോൾ പോത്തിന് ഹൃദയല്ലേ? ഉണ്ടോ? പോത്തിന് ഹൃദയല്ലേ? ഉണ്ട്. കണ്ണുണ്ടോ? ഉണ്ട്. കാതുണ്ടോ? ഉണ്ട്. മനുഷ്യന് കണ്ണുണ്ട്, ഹൃദയമുണ്ട്, കാതുണ്ട്. എങ്കിൽ ഇവനെ കാണേണ്ടത് എന്താ? മനുഷ്യൻ ആദ്യം കാണേണ്ടത് എന്താ? മനുഷ്യൻ നിർബന്ധമായും കാണേണ്ടത് എന്താ? ഖുർആനാണ്. കേൾക്കേണ്ടത് എന്താ? ഖുർആനാണ്. ചിന്തിക്കേണ്ടത് എന്തിനെ പറ്റിയാ? ഖുർആനെ പറ്റിയാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ചോദ്യം ചെയ്യപ്പെടും. അപ്പം കന്നുകാലികളിൽ ഇബറത്തുണ്ടെന്ന് പറഞ്ഞാൽ അതിലെ ഒന്നാമത്തെ ഇബറത്ത് മനുഷ്യനും കാലികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണം. അതാണ് അതിലുള്ള ഗുണപാഠം 1. നമ്പർ 1 അതാണ് ഗുണപാഠം. ഞാൻ ഒരിക്കലും ഒരു മൃഗത്തെ പോലെ ആകാൻ പറ്റില്ല. പക്ഷെ കണ്ണുണ്ടായിട്ടും ഹൃദയമുണ്ടായിട്ടും ചെവി ഉണ്ടായിട്ടും കേൾക്കേണ്ടത് കേൾക്കാതെയും കാണേണ്ടത് കാണാതെയും ചിന്തിക്കാതെയും പോയാൽ മൃഗമല്ല, മൃഗത്തേക്കാൾ അപ്പുറത്തെത്തി എന്നതാണ്. ഇതാണ് ഗുണപാഠങ്ങളിൽ ഒന്നാമത്തെ ഗുണപാഠം. ഇനി തീർന്നിട്ടില്ല. ഇബറത്തുകൾ എന്തൊക്കെയാണ് എന്ന് ഇനി വഴിയെ വരാൻ പോകുന്നുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? നമ്മൾ എല്ലാം കേൾക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, എല്ലാം കാണാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷേ നിർബന്ധമായും ഒരു മുഅ്മിനായ മനുഷ്യൻ കാണേണ്ടതും കേൾക്കേണ്ടതുമുണ്ട്. അത് ഫറലാണ്. ഞാൻ നിങ്ങൾക്കൊരു ആയത്ത് കൂടി കാണിച്ചു തരാം. സൂറത്ത് ഖസസ് മറിക്കുക, 28-ാമത്തെ സൂറത്ത്. സൂറത്ത് ഖസസ്. അതിൽ 76 മുതൽ 85 വരെയുള്ള ആയത്തുകളിൽ, ഫുള്ളിപ്പോൾ വായിക്കണ്ട, 85 വരെയുള്ള ആയത്തുകളിൽ ആ 85-ാമത്തെ ആയത്തൊന്ന് വായിച്ചു നോക്കി. ലാസ്റ്റ് ആയത്തൊന്ന് വായിച്ചു നോക്കി. 85 വായിക്കുക. കണ്ടില്ല? ഒന്ന് കേട്ടു നോക്കിയ ആയത്ത്.
83 മുതൽ ഓതിക്കൊള്ളി. 83 മുതൽ ഓതി. എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു ആയത്താട്ടോ. 2 മിനിറ്റ് നന്നായി ശ്രദ്ധിക്കുക. 2 മിനിറ്റ് എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു ആയത്താണ്. എന്താണെന്നറിയോ? ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന, തീർച്ചയായും നിന്റെ മേൽ ഖുർആനിനെ ഫറളാക്കിയവൻ. എന്താ ഫറളാക്കുക പറഞ്ഞാൽ? നിർബന്ധാക്കുക. ഫറളാക്കുക, നിർബന്ധാക്കുക, നിയമമാക്കുക. നിന്റെ മേൽ ഖുർആനിനെ ഫറളാക്കിയവൻ ലറാദുക, നിന്നെ മടക്കിക്കൊണ്ടുപോകും. ഇലാ മഅദിൻ, നീ എവിടേക്കാണോ തിരിച്ചു വരേണ്ടത് അവിടേക്ക്. നല്ലോണം ശ്രദ്ധിക്കണേ. നീ എവിടേക്കാണോ തിരിച്ചു വരേണ്ടത് അവിടേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുപോകുന്നവൻ അള്ളാഹു നല്ല പറഞ്ഞത്. ഖുർആൻ നിന്റെ മേൽ നിർബന്ധമാക്കിയവൻ ആരാണോ അവനാണ്. എന്തെങ്കിലും ചിന്തിക്കാൻ വകുപ്പുണ്ടോ? നീ എവിടേക്കാണോ മടങ്ങി വരേണ്ടത്, നമ്മളൊക്കെ ഇവിടുന്ന് പോണം. എവിടേക്കാണ്, അതാണ് മഅദ്, മടങ്ങിപ്പോകുന്ന സ്ഥലം. അവിടേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് അള്ളാഹു ആണ് എന്ന് പറയാതെ പറഞ്ഞ വാക്കെന്താ? ഖുർആൻ നിന്റെ മേൽ ഫർളാക്കിയവൻ ആരാണോ അവനാണ്. സുബ്ഹാനല്ലാഹ്. നിയമമാക്കി എന്നർത്ഥം തഫ്സീറിലുണ്ടാവും. ഒരു നിയമം പഠിക്കണ്ടേ? നിയമം പഠിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? അപ്പൊ നിയമം പഠിക്കലാണ് ആദ്യം നിർബന്ധം, അല്ലേ? അപ്പൊ ഖുർആൻ ഫറളാക്കി എന്ന് പറഞ്ഞാൽ ആദ്യം ഖുർആൻ പഠിക്കൽ എന്താക്കി? ഫറളാക്കി. ഖുർആൻ നിന്റെ മേൽ ഫറളാക്കിയവ, അല്ലദീ ഫറള എന്ന് പറഞ്ഞാൽ ഫറളാക്കിയവൻ എന്നാണ്. അല്ലദീ ആമന എന്ന് പറഞ്ഞാൽ മുഅ്മിനാണ്, വിശ്വസിക്കുന്നവനാണ്. അല്ലദീ കഫറ കാഫിർ എന്നാണ്. അല്ലദീ ഫറള പറഞ്ഞാൽ ഫറളാക്കിയവൻ. നിന്റെ മേൽ ഖുർആനിനെ ഫറളാക്കിയവൻ, നീ എവിടേക്കാണോ മടങ്ങി വരേണ്ടത്, അത് ചിലപ്പോൾ എവിടുന്നായിരിക്കും? സ്വന്തം നാട്ടിൽ നിന്നാകും, ചിലപ്പോൾ വേറൊരു നാട്ടിൽ നിന്നാകും, ചിലപ്പോൾ ഒരു ആശുപത്രി വെന്റിലേറ്ററിൽ നിന്നാകും, ചിലപ്പം പിന്നെ വീട്ടിൽ നിന്ന് കട്ടുമെന്നാകും, ചിലപ്പോൾ റോട്ടുമെന്നാകും. എവിടെയെന്ന് പറയാൻ പറ്റില്ല. എവിടുന്നും മടങ്ങിപ്പോകാം. അങ്ങനെ മടക്കിക്കൊണ്ടുവരുന്നവൻ ആരാണ്? നിന്റെ മേൽ ഖുർആൻ നിർബന്ധമാക്കിയവൻ. അള്ളാഹു മടക്കിക്കൊണ്ടുവരും എന്നല്ല പറഞ്ഞത്. ഞാനിത് എന്തിനാ പറഞ്ഞെന്നറിയോ? നല്ലോണം ശ്രദ്ധിക്കുക. ഇനി ഇതിനു ശേഷം അള്ള പറയുന്നൊരു കാര്യം ഈ ഇരിക്കുന്ന നമുക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്താണെന്നറിയോ? ഈ ഖുർആനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഹുദ എന്നാണ്. ഖുർആൻ എന്താ? ഹുദൻ. ഖുർആൻ ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്ത്, അല്ലേ? അള്ള പറയാണ് ഖുർആൻ നിർബന്ധമാക്കിയവൻ നിന്നെ മടക്കി കൊണ്ടുവരും. ബാക്കി എന്താണെന്നറിയാം? വായിക്കുക. കുൽ, നബിയെ പറയുക, നമ്മളോട് പറയാ, റബ്ബി, എൻ്റെ റബ്ബ്, അഅലമു, നന്നായി അറിയുന്നവനാണ്, മൻ ജാ ബിൽ ഹുദ, ഈ ഹുദയുമായി മടങ്ങി വന്നവൻ ആരാണെന്ന്. സുബ്ഹാനല്ലാഹ്. ശ്രദ്ധിക്കണേ. തിരിച്ചു വരുമ്പം എന്തുമായിട്ട് വന്നു? ഹുദയുമായി അവിടേക്ക് വന്നവൻ ആരാണ് എന്ന് നിന്റെ റബ്ബിന് നല്ലവണ്ണം അറിയാം. എന്തിനാ അങ്ങനെ പറഞ്ഞു? റബ്ബിന് അറിയാന്ന് പറഞ്ഞ പോരെ? അറിയാന്ന് പറഞ്ഞ നല്ലവണ്ണം അറിയാമെന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാനാണ്. സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ, ധൈര്യമായിട്ട് മരിക്കാം. ഖുർആൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ?
ഖുർആനെ സ്നേഹിക്കുന്നുണ്ടോ? ഖുർആൻ പഠിക്കാൻ ഇഷ്ടമാണോ? അതിന് സമയം കണ്ടെത്തുന്നുണ്ടോ? ധൈര്യമായിട്ട് മരിക്കാം. നമ്മളെ റബ്ബ് അറിയുന്നുണ്ട്. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഒരു കാര്യം, ഈ ഇരിക്കുന്നതും ഈ പഠിക്കുന്നതും ഒരാളും അറിയണ്ട, ഒരാളെയും ബോധ്യപ്പെടുത്തണ്ട, ഒരാളും അറിയണ്ട. ആരറിയും? റബ്ബ് അറിയും. നബിനോട് പറയാ എൻ്റെ റബ്ബ് നന്നായി അറിയും. ഇവിടുന്ന് മടങ്ങിയാണ്ട് വരുമ്പോ ഈ ഹുദയുമായി ആരാ വന്നതെന്ന്. ആ ഹുദ ഖുർആനാണ്. മനസ്സിലായില്ലേ? നമുക്കൊക്കെ സഹോദരങ്ങളെ മരിക്കാനുള്ള പേടി എന്താ? പേടില്ലാന്ന് അറിയണ്ട, മരിക്കാൻ പേടി തന്നെയാണ്. പേടില്ല അറിയണ്ട. മരിക്കാനുള്ള പേടി എന്താ അറിയങ്ങള്? പടച്ചോനെ ഇനി തിരിച്ച് ചെല്ലുന്നിടത്ത് അവസ്ഥ എന്താവും എന്നുള്ളതാണ്. അല്ലേ? തിരിച്ച് ചെല്ലുന്നിടത്ത് അവസ്ഥ എന്താ? തിരിച്ച് ചെല്ലുന്നിടത്ത് ഇവിടേക്കാൾ ഉള്ളതിനേക്കാൾ സൗകര്യമാണെന്ന് അറിഞ്ഞാൽ വല്ല പേടി ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് മരിക്കാൻ തയ്യാറാകാം. ഒരു പേടിയും പഠിക്കണ്ട. ഞാനിത് പറഞ്ഞ ഖുർആൻ പഠിക്കാൻ സ്ഥിരമായി ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ പഠിക്കാൻ ഇഷ്ടമുള്ള, അതിനോട് സ്നേഹമുള്ള, അതിനുവേണ്ടി നമ്മളെ സമ്പത്തും സമയമൊക്കെ ചെലവഴിക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് മരിക്കാം. കാരണം ഇത് ആരറിയുന്നുണ്ട്? റബ്ബ് അറിയുന്നുണ്ട്. നബിനോട് പറയാൻ പറയാ, പുൽ നബിയെ പറയുക, ഇനി ഇതിനേക്കാൾ വലിയൊരു സന്തോഷ വാർത്ത നമുക്ക് വേറെന്താ? ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് ഇതിനേക്കാൾ വലിയ സന്തോഷ വാർത്ത എന്താ കിട്ടാള്? എൻ്റെ റബ്ബിനറിയാമെന്ന് പറയൂ. നബിയെ താങ്കൾ പറയൂ, എൻ്റെ റബ്ബിനറിയാം. ഹുദയുമായിട്ട് അവിടേക്ക് വരുന്നത് ആരാണെന്ന് എൻ്റെ റബ്ബിനറിയാം. ഇതില്ലെങ്കിൽ എന്താ സംഭവിക്കുക? വഴികേടിലേക്ക് പോകും. അതിന്റെ ബാക്കി വായിക്കേ. ബാക്കി വായിക്കേ. വമൻ ഹുവ ഫീ, വ്യക്തമായ വഴികേടിലായിട്ട് ജീവിച്ച് മരിച്ചിങ്ങോട്ട് വന്നത് ആരാണെന്നും ആർക്കറിയാം? റബ്ബിനറിയാം. സഹോദരങ്ങളെ, നമ്മൾ ഈ ഹുദ നമ്മൾ എടുക്കുന്നു, ഈ ഹുദ നമ്മൾ നെഞ്ചിലേറ്റുന്നു. ഇത് പഠിക്കാൻ ഇഷ്ടമാണ്, ഇത് ഓതാൻ ഇഷ്ടമാണ്, ഇത് പഠിപ്പിക്കുന്ന സദസ്സിൽ ഇരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി നമ്മൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ചിലവഴിക്കുന്നു. നമുക്ക് ധൈര്യമായിട്ട് മരിക്കാം. ഒരു പേടിയും പഠിക്കണ്ട. കാരണം എന്താ? ഈ ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ്, അല്ലേ? ആ കലാമിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ജീവിച്ചിട്ട് നമ്മൾ മരിച്ചിട്ട് കൊടുക്കാൻ പോണത് അള്ളാഹിൻ്റെ അടുക്കലേക്ക്. അള്ളാഹ് ആരാണ് ഖുർആൻ പഠിക്കൽ നിർബന്ധമാക്കിയവൻ? എന്നല്ലതി ഫറള അലൈക്കൽ ഖുർആൻ ലറാദ്ദുക ഇലാ മാ. ഇതിലും വലിയൊരു സന്തോഷം ഒരു മുഅ്മിനിന് ഇനി വേറെ കിട്ടാനില്ല. അപ്പോൾ ഒരു മനുഷ്യനായി ജീവിക്കുന്നതാണ്. തീർച്ചയായും മുഅ്മിനീങ്ങൾ, സൂറത്ത് മുഅ്മിനൂനിൽ ആയത്താ വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്ര. സൂറത്ത് മുഅ്മിനിലാത്ത മുഅ്മിൻ ആരാ? ഈമാനോടുകൂടി മരിക്കാൻ പറ്റിയ, അള്ളാഹ് സഹായിക്കുന്ന ആളാ മുഅ്മിൻ. ഈമാനോടുകൂടി മരിക്കുമ്പോൾ അവൻ മുഅ്മിനാവുള്ളൂ. മനസ്സിലായില്ലേ? ഒരാൾ മരിക്കുമ്പോഴേ ആ മുഅ്മിനാണ് കാഫിറ തീരുമാനിക്കപ്പെടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സൂറത്തിൽ അള്ളാഹ് പറയാ, നിങ്ങളുടെ കാലുകളിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. എന്തിൽ? നിങ്ങളെ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പൊ കന്നുകാലികളിൽ പാല് കുടിക്കണം, അതിൻ്റെ ഇറച്ചി തിന്നാം, അതിൻ്റെ പുറത്തിറങ്ങി യാത്ര ചെയ്യുക. പക്ഷെ ഈമാനുമായിട്ട് കാലുകളിലുള്ള ബന്ധം എന്താ? അതേപോലെ ആയിപ്പോകരുത്. അതാണ് ഏറ്റവും വലിയ ഭാഗം. അപ്പം നമ്മൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഖുർആൻ ഓതണം. നമ്മുടെ കണ്ണ് നമ്മൾ മരിച്ചാൽ ആദ്യം എന്താ ചെയ്യുക? നമ്മൾ മരിച്ചാൽ നമ്മളെ കൂടെയുള്ള ആൾക്കാർ ആദ്യം കണ്ണ് പൂട്ടേ ചെയ്യുക. ആ കണ്ണ് തുറന്നിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഖുർആൻ നമ്മൾ ഓതും. കാരണം എന്താ? 5 നേരം നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, അല്ലെ? എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ഒരു ദിവസം ഖുർആൻ ഓതാത്ത ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഖുർആൻ ഓതാത്ത ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇല്ല. നമ്മൾ ഫാത്തിഹ ഓതുന്നില്ലേ, സൂറത്ത് ഓതുന്നില്ലേ, ഒക്കെ ഖുർആൻ തന്നെയാണ്. പക്ഷേ കാണണമെങ്കിൽ എന്ത് വേണം? ഖുർആൻ ഓതാനായിട്ടിരിക്കണം. അപ്പോൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും, സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ രാത്രി കിടക്കണം മുമ്പോ ഒരു നേരമെങ്കിലും ഖുർആൻ്റെ ഒരു 1/2 പേജെങ്കിലും നോക്കി, കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഓതുക. ഖുർആൻ തുറന്നിട്ട് ഹാഫിളാണെങ്കിൽ പോലും എന്ത് ചെയ്യുക? മുസ്ഹഫിലേക്ക് നോക്കിയിട്ട് ഓതുക, കാണട്ടെ. പിന്നെ നമ്മൾ കേൾക്കും. ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായി നമ്മൾ കേൾക്കും, അല്ലേ? ഖുർആൻ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഹൃദയത്തിൽ ചിന്തിക്കും. ഹൃദയത്തിൽ ഖുർആൻ പഠിക്കുന്ന ഒരാൾ, ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ ഇന്ന് മഗ്രിബിന് പള്ളിയിൽ ചെന്നപ്പം ഇമാമ്
ഇമാമ് ഓതുന്നത് ഇന്ന ഫീ ദാലിക ലഇബ്റ എന്നാണെങ്കിൽ ഇന്ന ഫിൽ അൻആമി അല്ലേ എന്ന ഈ ഇന്നലക്കും ഫിൽ അൻആമി ലഇബ്റ ഈ ആയത്ത് ഓതുകയാണെങ്കിൽ നമ്മൾ കേട്ടാൽ നമ്മൾ ചിന്തിക്കൂലേ? അല്ലേ? നമ്മളെ ഹൃദയത്തിൽ അതുണ്ട്. അതാണ് പഠനം എന്ന് പറഞ്ഞത്. ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം കിട്ടും. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു നേരമെങ്കിലും ഖുർആൻ കാണണം, ഖുർആൻ ഓതണം, ഖുർആൻ കേൾക്കണം, ഖുർആനെ പറ്റി ചിന്തിക്കണം. ഒരായത്ത് കൊണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ആ ചിന്തക്കാണ് തദബ്ബുർ എന്ന് പറയാം. അപ്പോൾ നമ്മളെ ഹൃദയം തുറക്കും. അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മയോട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഒരു ഖുർആൻ പഠിതാവായ സഹോദരൻ്റെ 4 മാസമായ ഒരു ആൺകുട്ടി വളരെ പ്രയാസകരമായ അവസ്ഥയിൽ ആശുപത്രിയിലാണുള്ളത്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയ്ക്ക് തുല്യമായ വേദന സഹിച്ച് ഈ 4 മാസക്കാലം മുല കൊടുത്ത രാത്രി ഉറക്കും ഊണും ഒഴിച്ച് ആ കുട്ടിയെ നോക്കിയൊരു ഉമ്മണ്ട്. ആ ഉമ്മക്ക് അള്ളാഹു മനസ്സിന് സമാധാനം കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ശാന്തി കൊടുക്കട്ടെ. വളരെ പ്രയാസകരമായ അവസ്ഥയിലുള്ളത്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു തആല ആ കുഞ്ഞിനെ പൂർണ്ണമായ ശിഫായിലെയും ആശ്വാസത്തെയും സമാധാനത്തെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ പ്രയാസകരമായ രോഗാവസ്ഥകളിൽ നിന്നും അള്ളാഹു നമ്മളെ പൊന്നു മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മളെ മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആനിനോടുള്ള ഈ ഇഷ്ടവും സ്നേഹവും അത് പഠിക്കാനുള്ള താല്പര്യവും മരണം വരെ അള്ളാഹു നിലർത്തി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.